എങ്ങനെയാണ് ഹോസ്റ്റ് ഫയൽ എഡിറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിന് ആദ്യമായി നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടർ എന്ന ഫോൾഡർ അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിൽ നിന്ന് ലോക്കൽ ഡിസ്ക് സി എന്ന ഫോൾഡറിനെ ഓപ്പൺ ചെയ്ത് അതിനുശേഷം വിൻഡോസ് എന്ന ഫോൾഡറിനെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സിസ്റ്റം 32 എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ശേഷം ഡ്രൈവേഴ്സ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിൽ നിന്നും etc എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇതിൽ മുകൾ ഭാഗത്ത് കാണുന്നതാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഹോസ്റ്റ് ഫയൽ. ഇതിനെ നമുക്ക് കോപ്പി ചെയ്യണം. കോപ്പി ചെയ്ത് വിൻഡോ മിനിമൈസ് ചെയ്യുകയോ ക്ലോസ് ചെയ്യുകയോ ചെയ്ത് ഡെസ്ക്ടോപ്പിലേക്ക് പേസ്റ്റ് ചെയ്യുക. ഇനി ഇതിനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഓപ്ഷൻ ബട്ടണിൽ ഓപ്പൺ അടിച്ച് നോട്ട് പാഡിൽ ഓപ്പൺ ചെയ്യുക. ഈ കാണുന്നതാണ് നമ്മുടെ ഹോസ്റ്റ് ഫയൽ. ഇനി ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ എഡിറ്റ് ചെയ്യാം. നോർമലായിട്ട് നമുക്ക് ഈ അവസാന ഭാഗത്തിന് ശേഷം 127.0.0.1 എന്ന് പ്രസ് ചെയ്ത് സ്പേസ് അടിച്ച് ബ്ലോക്ക് ചെയ്യേണ്ട സൈറ്റുകളുടെ അഡ്രസ്സുകൾ അടിക്കാവുന്നതാണ്. ഉദാഹരണമായി www എന്ന് തുടങ്ങുന്ന അഡ്രസ്സ് അടിക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഹോസ്റ്റ് ബ്ലോക്ക് ചെയ്യേണ്ട അഡ്രസ്സുകൾ സൈറ്റ് അഡ്രസ്സുകൾ ഉണ്ട് എങ്കിൽ ഇതിനെ നമുക്ക് വേറെ വിധത്തിൽ ചെയ്യാവുന്നതാണ്. ആദ്യമായി അത്തരം ഫയലുകളെ ഓപ്പൺ ചെയ്യുക. ഇത്തരം ഫയലുകൾ ചിലപ്പോൾ നോട്ട് പാഡിലാവും ഓപ്പൺ ആവുന്നത്. ഇതിൽ നിന്നും നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ട അഡ്രസ്സുകൾ മാത്രം സെലക്ട് ചെയ്യുക. 127 എന്ന് തുടങ്ങുന്നതാണ് നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ട അഡ്രസ്സ്. ഇതിനെ നമുക്ക് കോപ്പി ചെയ്യാം. ഇതിനെ കോപ്പി ചെയ്തെടുക്കുക. സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് നമ്മൾ ആദ്യം എഡിറ്റ് ചെയ്ത വിൻഡോ നോട്ട് പാഡ് ഓപ്പൺ ചെയ്ത് അവിടേക്ക് പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇതാണ് നമ്മൾ എഡിറ്റ്. ഇനി ഇതിനെ സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇനി ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത് ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഫയലിനെ നമുക്ക് ഇവിടെ നിന്നും കോപ്പി ചെയ്യണം. കോപ്പി ചെയ്ത് എടുക്കുക. അതിനുശേഷം etc എന്ന ഫോൾഡറിൽ തന്നെ പോയിട്ട് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. കോപ്പി ആൻഡ് റീപ്ലേസിൽ ഓക്കെ അടിച്ച് കണ്ടിന്യൂ എന്നതിൽ ഓക്കെ അടിക്കുക. ഇപ്പോൾ അത് ഫയൽ റീപ്ലേസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഹോസ്റ്റ് ഫയൽ എഡിറ്റിംഗ് പൂർണ്ണമായി.